ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി ചിക്കനോ അൽഫാമെന്നോ ഒക്കെ പറയാം. ഞാൻ എൻ്റേതായ മസാലകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. വീഡിയോയിൽ കണ്ടിട്ട് തന്നെ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മല്ലി, ഫ്രഷ് മല്ലി കേട്ടോ, മല്ലി, അതേപോലെ തന്നെ മുളക് പൊടി, കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. അതേപോലെ കുറച്ച് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ ഞാനതിലേക്ക് ഒരു 3 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് ഞാനെല്ലാം വറുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. പൊടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ടാണ് ഉള്ളത്. ഇതിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പൊടി ചേർക്കുന്നതാണ്. ഞാനിത് പേസ്റ്റാക്കിയിട്ട് വറുത്ത് അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, മസാല കുറച്ചെടുത്തിട്ട് മസാല തേക്കാൻ പോവുകയാണ്. പിന്നെ ചിക്കന് 2 പീസ് ചിക്കൻ, വലിയ പീസ് ചിക്കൻ ആക്കിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കളറും ചേർക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നാരങ്ങ നീര്, പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഉപ്പാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മുന്തി നിൽക്കണം, അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തൈര് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ തൈരില്ലാത്തത് കൊണ്ട് ഞാൻ തൈര് എടുത്തിട്ടില്ല. തൈരും ചേർത്താലും അത് ഞാനെപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഓവനൊന്നുമില്ലാതെ സ്റ്റൗവിൽ നമുക്ക് ഫ്രൈ പാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വിനെഗറും കൂടി ആവശ്യമുണ്ട്. സുർക്ക, വിനെഗർ എന്നൊക്കെ പറയും. ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് വെയിറ്റ് ചെയ്യണം. മസാലയൊക്കെ ചേർത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടിത് ബട്ടറിലാണ് അല്ലെങ്കിൽ നെയ്യിലോ ആണിത് പൊരിച്ച് മാറ്റേണ്ടത്. പൊരിച്ചല്ല, നമ്മൾ ശാലോ ഫ്രൈ ആക്കിയിട്ട് തിരിച്ച് മറിച്ചെടുത്തിട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് പുക കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പുകൻ്റെ സ്മെല്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.